എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന ബാലേന്ദ്രനോട് ഈ സത്യം പറയുവാണ്, രോഹിത് ശരണ്യെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശരണ്യ പറഞ്ഞു എന്ന്. അത് കേൾക്കുന്ന ഇങ്ങനെ ഷോക്കായി നിൽക്കുക. എന്നിട്ട് അവൾ പിന്നെ എന്നതാ കാണിച്ചത്, അവൾ എന്തിനാ രോഹിത്തിൻ്റെ പേരൂടെ പറഞ്ഞത്, അതിൻ്റെ പേരിൽ അവൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു, അവൾ കള്ളമല്ല കാണിച്ചത്, ഇത്രയും കള്ളത്തരം അവൾ കാണിക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പം അലീന പറയും, അച്ഛാ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവളുടെ സാഹചര്യം ഇതായിരുന്നു, അവളെല്ലാം എല്ലാവരോടും തുറന്ന് പറഞ്ഞതാണ്, അവളുടെ ചുറ്റുമുള്ളവരാണ് അതൊന്നും സമ്മതിക്കാതിരുന്നത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്. ബാലേന്ദ്രൻ ചോദിക്കുവാണ്, നീ എന്നതാ ഇനിയും അവളെ ന്യായീകരിക്കുന്നത്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, അവൾക്ക് ഇത്രയും ഒരു വാക്ക് പറയായിരുന്നു, രോഹിത് എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. അതിന് ആരെയായിരുന്നു പേടിക്കേണ്ടത്, സത്യമല്ലായിരുന്നോ തുറന്നു പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛാ ശരിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, അവളൊരു പാവം പെൺകുട്ടിയാണ്, അവളുടെ ചുറ്റുമുള്ളവരെ പ്രഷർ ചൊലുത്തുമ്പം അവൾക്ക് അതനുസരിച്ചേ പറ്റുള്ളായിരുന്നു. പോലീസിനോട് അവൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതാണ്, ആ CIയോടും പറഞ്ഞതാണ്. അന്നേരം അവനും ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നതല്ലേ, അതുകൊണ്ട് അവൻ്റെ പേരൂടെ പറഞ്ഞു, അത് വേണ്ടെന്ന് വെക്കണ്ട എന്ന് പോലീസും അവളെ നിർബന്ധിച്ചു. അവളുടെ വീട്ടിലുള്ളവരും സമുദായക്കാരും എല്ലാവരും അവളെ നിർബന്ധിച്ചു, അപ്പോൾ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അലീന അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രന് ദേഷ്യം വരും. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയും നീ അവളെ ന്യായീകരിക്കരുത്, എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ന്യായീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പം അലീന വീണ്ടും വിളിക്കും, അച്ഛാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ആകപ്പാടെ ഒരു ചെറിയ തീപ്പൊരിയെ കിട്ടിയിട്ടുള്ളൂ, അത് ഊതിക്കെടുത്തി കളയരുത് എന്നിങ്ങനെ പറയുമ്പം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ അവളോട് ക്ഷമിക്കണോ, എൻ്റെ മകനെ ബലാത്സംഗക്കാരനാക്കി ജയിലിൽ അടച്ച അവളോട്, എൻ്റെ മക്കളെ എല്ലാം കഷ്ടപ്പെടുത്തിയവളോട്, എൻ്റെ കുടുംബത്തിനുണ്ടായ നാണക്കേട് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് അനുഭവിച്ചത് എന്നൊക്കെ നീ കണ്ടതല്ലേ, എന്നിട്ട് നിനക്ക് എങ്ങനെയാണ് അവളെ ന്യായീകരിക്കാനാവുന്നത്, എൻ്റെ 2 പെൺമക്കൾ ഇവിടെയുണ്ട്, അവർക്ക് സ്കൂളിലോ കോളേജിലോ ഒന്ന് പോകാൻ പോലും പറ്റുന്നില്ല, നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കണം എന്നാണ് നീ പറയുന്നത്, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോൾ അലീന പറയും, അച്ഛാ അവൾ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ഒരു സ്റ്റാൻഡ് അവളെടുത്താൽ അച്ഛൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയും, അതിനാണ് ഇവിടെ നിയമവും കോടതിയും പോലീസും എല്ലാം ഉള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ അതുവഴി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് കയറിപ്പോവാണ്. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ബാലേന്ദ്രൻ ഇതെല്ലാം കുളമാക്കുമല്ലോ എന്നോർത്ത് ആകെ ടെൻഷനാണ്. ഏതായാലും അലീന ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബാലേന്ദ്രൻ കേൾക്കാത്തത് കൊണ്ട് അലീന മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ബാലേന്ദ്രനും അലീനയും കൂടെ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നതൊക്കെ കേട്ട് ബാലേന്ദ്രൻ അങ്ങ് കയറിപ്പോയി കഴിയുമ്പോഴേക്കും ബബിത ഇറങ്ങി വരും. എന്നിട്ട് എന്താ ഇവിടെ ഒരു വാക്ക് തർക്കം എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണല്ലോ. അന്നേരം അലീന ചോദിക്കും, നീ എവിടുന്ന് ഇപ്പോൾ ഇറങ്ങി വരുന്നത്, അനുഗ്രഹത്തിലല്ലായിരുന്നു ഇത്രയും കാലം, അവിടെ തന്നെ പോയിരുന്ന അങ്ങ് മൊബൈൽ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ 2 പേടിപ്പിക്കും പേടിപ്പിക്കും. ബബിതയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. കുറച്ച് നേരം ഇങ്ങനെ കണ്ണും വെച്ച് നോക്കി എന്നിട്ട് തിരിച്ച് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെയും അലീന കുറേ നേരം കഴിഞ്ഞിട്ടും മനുവിനെ കാണാതാകുമ്പോൾ പിന്നെയും വിളിക്കും. അന്നേരമാണ് മനു കയറി വരുന്ന കാണുന്നത്. അന്നേരം വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ മനു എന്താ എന്ന് ചോദിക്കുമ്പം കയറി വാ എന്ന് പറയും. അങ്ങനെ മനു ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് മനു ഇത്തിരി ഒരു പരിഭവത്തോട് ചോദിക്കുക, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം കാണണമെന്ന് തോന്നി അതുകൊണ്ടാന്ന് പറയുമ്പം, ഒരാഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും എന്തിയെ എന്ന് അന്വേഷിക്കുക പോലും ഇല്ല, എന്നിട്ടിപ്പോൾ കാണണമെന്ന് തോന്നി എന്നിങ്ങനെ പറയുമ്പം അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കും, ഇതാണോ കുറേ പരിഭവം പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇതുകൂടിയാണ് എന്ന് പറയും മനു. എന്നിട്ട് അലീനയോട് ചോദിക്കും, എന്തിനാ വിളിച്ചത്, അത് പറഞ്ഞില്ല, അത് പറ എന്ന് പറയുമ്പം അലീന പറയുവാണ്, ഞാൻ ഇന്ന് ശരണ്യയുടെ അടുത്ത് പോയിന്ന്. എന്നിട്ട് എന്തേ പറഞ്ഞു, അടുത്ത പരിഭവം, അവിടെയും പോയായിരുന്നോ, അതും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പം ഇപ്പം പറഞ്ഞില്ലേ എന്ന് ചോദിക്കും അലീന. അന്നേരം മനു പറയുക, പോകുന്നതിന് മുമ്പ് പറയായിരുന്നു, അതായിരുന്നു ശരി എന്ന് പറയുമ്പം അലീന ചോദിക്കും, മനുവേട്ടൻ എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ടോ, ചിലപ്പോൾ വിളിക്കുമ്പം പറയും എറണാകുളത്താണ്, ചിലപ്പോൾ പറയും കോട്ടയത്താണെന്ന്, എന്നോട് ഒരു കാര്യം മനുവേട്ടനും പറയാറില്ലല്ലോ എന്ന് പറയുമ്പം അത് പോട്ടെ, ഇപ്പം നടന്ന സംഭവം എന്താണ് പറയാനുള്ളത് എന്ന് പറ എന്ന് പറയുന്നു. അങ്ങനെ അലീന പറയുവാണ്, ശരണ്യയുടെ അടുത്ത് പോയി ശരണ്യ നിന്നോട് ഒരു സത്യം പറഞ്ഞു എന്ന്. അന്നേരം മനു ചോദിക്കും, ഇനിയും സത്യമുണ്ടോ, അതോ ഇനി പീഡിപ്പിച്ചവരുടെ എണ്ണം കൂടുതലാണോ, അതുവല്ലോ ആണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അതല്ല, രോഹിത്തിൻ്റെ കാര്യമാണ് എന്ന് പറയും. അന്നേരം എന്താ രോഹിത്തിൻ്റെ കാര്യം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴാണ് അലീന പറയുന്നത്, രോഹിത്ത് അവളെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന്. അന്നേരം മനു ചോദിക്കും, കൊള്ളാലോ, എന്നിട്ടാണ് അവൻ്റെ പേരൂടെ പറഞ്ഞത്, അവൾ നുണയല്ലേ പറഞ്ഞത്, അതിൻ്റെ പേരിൽ അവനെയും ജയിലിലടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ മനുവും പറയുന്നുണ്ട്. അന്നേരം അലീന ബാലേന്ദ്രനോട് പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവളെ പെടുത്തിയതാണ്, പോലീസും വീട്ടുകാരും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പം മനുവിന് അത്രയും വിശ്വാസം വരുന്നില്ല. മനു പറയുക, എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൾ എന്തോ നുണ പറയുന്നുണ്ട്, എന്തോ ഒളിക്കുന്നുണ്ടെന്ന്
എന്നൊക്കെ പറയുമ്പോൾ അലീന പറയും ഒന്നുമില്ലെന്നേ, ഇത് നടന്ന സംഭവം അവൾ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പം മനു ചോദിക്കും പിന്നെ എന്തിനാ രോഹിത് അങ്ങോട്ട് പോയത്, അവനും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കും. അന്നേരം ഹരി നുണ പറഞ്ഞു കൊണ്ടുപോയതായിരിക്കും എന്ന് പറയുമ്പോൾ ഹരി അവനോട് സത്യം പറയില്ലേ എന്ന് ചോദിക്കുവാണ് മനു. അന്നേരം അലീന പറയുന്നുണ്ട് അവൻ എന്ത് ചെറ്റത്തരം വേണേലും കാണിക്കും, അവൻ ആ പെൺകുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാലോ, കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് ശരണ്യ അങ്ങോട്ട് കൊണ്ടുപോയത്, അതുപോലൊരു നുണ രോഹിത്തിനോടും പറഞ്ഞെന്നിരിക്കും, അതായിരിക്കും അവൻ പോയത് എന്നൊക്കെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവൻ അവിടെ പോയിട്ട് ഒന്നും ചെയ്തില്ല തിരിച്ചു പോന്നു എന്നാണ് അവൾ പറഞ്ഞത്, എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് അവൾ പറഞ്ഞത് ബാക്കി 3 പേരും കൂടി രോഹിത്തിനെ പിടിച്ചു വലിച്ച് അവളുടെ ദേഹത്തേക്ക് കൊണ്ടിടുമായിരുന്നു, എന്നിട്ടും അവിടുന്ന് പേടിച്ച് മാറി നിന്ന അവനെ ഒരു തല്ലി, എന്നിട്ട് അവൻ എനിക്ക് വീട്ടിൽ പോകണം എന്നോട് എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പോകുമ്പം നീയും പോയാൽ മതി, അങ്ങനെ നീ മാത്രം നല്ല പിള്ളേ ആവണ്ട എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി രോഹിത്തിനെ അവിടുത്തെ ബാത്റൂമിൽ പൂട്ടിയിട്ടു എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും വേറെ ആര് പറയാനാ, ശരണ്യ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം എങ്കിൽ ഈ കാര്യം തെളിയിക്കണമല്ലോ, രോഹിത്തിനും നീതി കിട്ടണ്ടേ, അതല്ലേ വേണ്ടത്, അവനെ ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് രക്ഷിക്കണം, പക്ഷെ ഞാനിത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുവാണ്, ഇത് നമ്മൾ പെട്ടെന്ന് എടുത്തിയാടി എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട കാര്യമല്ല, ആലോചിച്ച് പതിയെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം, അച്ഛനോട് ഞാൻ എത്ര പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട് അങ്കിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ വേണ്ടത്, നമ്മളിതെല്ലാവരെയും അറിയിക്കുമല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് നമ്മൾ അതെല്ലാം അറിയിച്ചു കഴിയുമ്പം ശരണ്യ പറയുവാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ അലീന നുണ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൾ കോടതിയിൽ എന്തു പറയുന്നു അതാണ് തെളിവ്, അല്ലാതെ നമുക്ക് പുറത്തു നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൾ സ്വമേധയാ സത്യം തുറന്നു പറയണം, അതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അലീന പറയുന്നു. അതാണല്ലോ ശരിക്കും വേണ്ടത്, കാരണം അപ്പുറത്തുനിന്ന് ശരണ്യയ്ക്കും പ്രഷറുണ്ട്, അതുകൊണ്ട് തന്നെ. അന്നേരം മനു പറയുന്നുണ്ട് ശരിയാ, അത് മനു അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് അലീന മനുവിനോട് പറയും അച്ഛൻ മുകളിലോട്ട് പോയിട്ടുണ്ട്, എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചാണ് പോയേക്കുന്നത്, അതുകൊണ്ട് മനുവേട്ടൻ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛനെ മനസ്സിലാക്കണം എന്ന് പറയുമ്പം മനു പറയും ഞാൻ പറയാമെന്ന്. എന്നിട്ട് മനു മുകളിലേക്ക് പോകുന്നു. അലീനയ്ക്ക് ആകെ ടെൻഷനാണ്. അന്നേരവും അലീന പറയുന്നുണ്ട് മനുവിനോട് ഒരു ചെറിയ തീപ്പൊരി അത് കെടുത്തിക്കളയരുത് എന്നാൽ അച്ഛനോട് പ്രത്യേകം പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനുവിനെ കയറ്റിവിടുന്നത്. അങ്ങനെ മനു റൂമിലേക്ക് ചെല്ലുമ്പം ബാലേന്ദ്രൻ കുളിക്കുവാണ് പുറത്ത് പോകാൻ വേണ്ടി. അന്നേരം നീ അവിടെ ഇരിക്കടാ ഞാനിപ്പോൾ ഇറങ്ങി വരാമെന്ന് പറയും. മനു അവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും അലീന ചായയായിട്ട് വരും. ആ ചായ അവിടെ വെച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കും. അന്നേരം കുളിക്കുകയെന്ന് പറയുമ്പം ഈ സമയത്തൊരു കുളി ഇല്ലാത്തതാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ മനുവേട്ട എവിടെയോ പോകാനാണ്, സമ്മതിച്ചു കൊടുത്തേക്കല്ലേ എന്ന് പറയും. ഞാൻ സംസാരിക്കാമെന്ന് മനു പറയും. അന്നേരം അവിടെ വേറെ പുതിയ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് അയ്യോ എന്തോ കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, പുറത്ത് പോകാൻ വേണ്ടി തന്നെ അതേ കണ്ടില്ലേ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് വെച്ചേക്കുന്നേ, ഒന്ന് നോക്കിയേക്കണേ, ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അലീന പോകുന്നത്. അലീനയ്ക്ക് ആകെ ടെൻഷനാണ്. അന്നേരം പൊയ്ക്കോ ഞാൻ സംസാരിക്കാമെന്ന് മനു പറയുന്നു. അങ്ങനെ അലീന അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ ഇറങ്ങി വന്നു. ഭയങ്കര തിരക്കാട്ടോ. ഒന്ന് ഇറങ്ങിയത് ഷർട്ട് എടുത്തിടുന്നു, മുണ്ടെടുത്ത് ഉടുക്കുന്നു, എല്ലാം ഈ മനു സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ നടത്തുക. അന്നേരം എന്താ അങ്കിളിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, അതുപോലെ പ്രസ് ബ്യൂറോയിലും ഒന്ന് പോകണം എന്നൊക്കെ പറയുമ്പം അതിന് സമയം ഒരുപാട് വൈകിയില്ലേ, ഈ സമയത്താണ് പോകുന്നത് എന്ന് മനു ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ബ്യൂറോയിൽ പോകാനുള്ള ബെസ്റ്റ് ടൈം ഇതാണ്, എനിക്ക് അങ്ങോട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കും. അന്നേരം അലീന നിന്നോടൊന്നും പറഞ്ഞില്ലേ, ആ രോഹിത് അവൻ നിരപരാധിയാടാ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് നമുക്ക് പത്രസമ്മേളനം വിളിച്ച് പറയണം, പോലീസിലും അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രോഹിത് രക്ഷപ്പെടുമോ എന്ന് ചോദിക്കും. അന്നേരം നീ എന്നതാടാ പറയുന്നത്, ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം അറിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ ഇവിടെ കയറി ഇരിക്കണമെന്നാണോ നീ പറയുന്നത്, ഇതെല്ലാം തെളിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് എങ്ങനെ തെളിയിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസിക്കും എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയും അലീന പറഞ്ഞില്ലേ, അലീന പറഞ്ഞത് നിനക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട് അലീന പറഞ്ഞത് എനിക്ക് വിശ്വാസമുണ്ട്, അങ്കിളിന് വിശ്വാസമുണ്ട്, ഈ വീട്ടിലുള്ളവരെല്ലാവരും വിശ്വസിക്കുമായിരിക്കും, പക്ഷേ പുറത്തുള്ളവർ വിശ്വസിക്കുമോ, അങ്കിളൊന്ന് ഓർത്ത് നോക്കിയേ, അലീന ഈ വീട്ടിൽ നിന്നാണ് എന്നും ശരണ്യെ കാണാൻ പോകുന്നത്, ഇനിയിപ്പം നമ്മൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ശരണ്യയ്ക്കത് മാറ്റി പറയാം, ശരണ്യയ്ക്ക് വേണമെങ്കിൽ പറയാം ശരണ്യെ സ്വാധീനിക്കാൻ വേണ്ടി പലതവണ ആ വീട്ടിലോട്ട്
അടുക്കലോട്ട് അലീന ചെന്നിട്ടുണ്ട്. എന്നിട്ട് രോഹിതിനെ രക്ഷിക്കാൻ വേണ്ടി പലതവണ സംസാരിച്ചു. എന്നിട്ട് വഴങ്ങാതെ വന്നപ്പം അലീന തന്നെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്ന് വരെ പറയാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരണ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിക്കും. അന്തിക്ക് ആകെ തളർന്നു കേട്ടോ ബാലേന്ദ്രൻ. ആകെ വിഷമമായി. പിന്നെ നീ എന്നതാ പറയുന്നത്? ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ കൈയും കെട്ടി ഒന്നും മിണ്ടാതിരിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ച് ആകെ വിഷമിച്ച കടലിൽ പോയിരിക്കുക. അന്നേരം മനുവും കൂടെ പോയിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളെ ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അലീനയല്ലേ. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അലീനയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാം. അതല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കുളമായി പോകും. അതുകൊണ്ട് അവൾ ഇതെല്ലാം ശരിയാക്കിക്കോളും. ബാക്കി അലീന തന്നെ മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് പറയുമ്പം വേറെ നിവൃത്തിയില്ലാതെ ബാലേന്ദ്രൻ അതങ്ങ് അംഗീകരിക്കുകയാണ്. എന്നാലും ഭയങ്കര വിഷമമാട്ടോ. മുഖത്ത് ഭയങ്കര സങ്കടവും നിരാശയൊക്കെ വരുന്നുണ്ട് മനു പറയുന്നത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും. പിന്നീട് ശരണ്യയാണ് കാണിക്കുന്നത്. ശരണ്യ റൂമിലിരിക്കുവാണ്. മുഖത്ത് ഒത്തിരി പ്രസന്നതയൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം റൂമിലേക്ക് ശരണ്യയുടെ അച്ഛനും അനിയനോട് വരും. എന്നിട്ട് ശരണ്യയുടെ അച്ഛൻ അവിടെ ഇരുന്നിട്ട് ചോദിക്കും, എടി ഓമനക്കുട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അച്ഛാ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ ചോദിക്കുവാണ്, നീ ഇന്ന് ആ അലീന എന്ന് പറയുന്ന പെണ്ണിനോട് രോഹിത് നിന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ പറഞ്ഞു എന്ന് പറയും. നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതല്ല അച്ഛൻ സത്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ചോദിക്കുന്നുണ്ട്, അവൾ രോഹിത്തിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ, അതുകൊണ്ടാണോ നീ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല, അതിനെപ്പറ്റി ഒന്നും എന്നോട് സംസാരിച്ചില്ല. ആ സംഭവമേ അങ്ങ് മറന്നു കളഞ്ഞേക്കാനാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പോഴേക്കും നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് ശരണ്യയുടെ അച്ഛൻ ശരണ്യോട് ദേഷ്യപ്പെടുക. അന്നേരം അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നത്, അതല്ലേ സത്യം എന്ന് ചോദിക്കുമ്പം ആ സത്യം നീ എന്തിനാ ഇപ്പം ഇവിടെ തുറന്നു പറയാൻ പോയത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുക. എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അവനും അവന്മാരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്നതല്ലേ, പിന്നെ എന്തിനാ അവൻ്റെ പേര് പറയാതിരിക്കുന്നത്, അത് പറഞ്ഞ പോലെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, നിനക്ക് ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ശരണ്യോട് ദേഷ്യപ്പെടുമ്പം ശരണ്യ പറയുന്നുണ്ട്, അച്ഛാ അതിനാകെ പേടിയായിരുന്നു, അതിനെ അവരെല്ലാവരോടും പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നത്, എന്നിട്ടും അത് കരഞ്ഞുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയുമായിരുന്നു എന്നൊക്കെ പറയുമ്പം അവൻ അത്ര പുണ്യാളനൊന്നും അല്ലല്ലോ, അവൻ ആ കൂടെ വന്നതല്ലായിരുന്നോ, അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു. നീ ഇപ്പം ഈ പറഞ്ഞ കാര്യം ആ പെണ്ണ് ആ വീട്ടിൽ പോയി അവരോടെല്ലാം പറഞ്ഞു കാണും, അവരെല്ലാം അറിഞ്ഞു കാണും. ഇനി ഈ സംഭവം പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ആര് വിശ്വസിക്കും? നീ ആദ്യം നുണ പറഞ്ഞു എന്ന് എല്ലാവരും പറയില്ലേ, അതുപോലെ ബാക്കിയുള്ളവരുടെ കാര്യവും നീ നുണ പറഞ്ഞതാണ്, ഇതൊന്നും ഉള്ള കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നുണ പറഞ്ഞു എന്ന് എല്ലാവരും വിശ്വസിക്കും. പിന്നെ നിൻ്റെ മൊഴിക്ക് ഒരു ബലമില്ലാതെയാകും. നീ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പം ശരണ്യ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പറഞ്ഞ കാര്യമല്ലേ ശരി, ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല, വെറുതെ എന്തിനാ ആ രോഹിത്തിനെ കൂടി ഉപദ്രവിക്കുന്നത് എന്ന് ഞാൻ കരുതി എന്നൊക്കെ പറയുമ്പം വേണ്ട, അങ്ങനെ ഒരു കാര്യം നീ ഇനി പറഞ്ഞേക്കരുത് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് ശരണ്യയുടെ അച്ഛനോട് പറയുവാണ്, അച്ഛ ശരിക്കും നിങ്ങളല്ലേ കുഴപ്പക്കാരെ, നിങ്ങൾ ആണുങ്ങളല്ലേ പ്രശ്നക്കാരെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അന്തം വിട്ടിങ്ങനെ ശരണ്യയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോ ഉണ്ട്. പ്രൊമോയിൽ ശരണ്യെ കാണാൻ അവരുടെ വക്കീൽ വന്നിട്ടുണ്ട്. അപ്പോൾ വക്കീലിനോട് ഈ കാര്യം ശരണ്യ പറയുമ്പോഴേക്കും വക്കീൽ ദേഷ്യപ്പെടുക. നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അവൾ വീണ്ടും വീണ്ടും സ്നേഹം കൂടി ഇങ്ങോട്ട് വരുന്നത് നിൻ്റെ മൊഴി മാറ്റിക്കാനാണ്, അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെ ഒരു കാര്യം നീ തുറന്ന് പറഞ്ഞേക്കരുത് എന്ന് പറയുമ്പം അതല്ലേ ശരി, രോഹിത്തിനെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്ന് ശരണ്യ അവിടെയും പറയുന്നുണ്ട്. പക്ഷേ വക്കീൽ സമ്മതിക്കുന്നില്ല, അച്ഛൻ സമ്മതിക്കുന്നില്ല. അവിടുന്ന് പ്രഷർ കൂടുവാണ് ശരണ്യയ്ക്ക് മുമ്പ് കൊടുത്ത മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ. അതുപോലെ തന്നെ ഇപ്പുറത്ത് ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പം ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, രോഹിത്തിനെ രക്ഷിക്കണ്ടേ എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രക്ഷിക്കണം, അതിന് ശരണ്യ മൊഴി മാറ്റി പറയണം, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഇവിടെയും ഭയങ്കര ടെൻഷനാണ്. എന്തായാലും നല്ല ത്രില്ലിംഗ് ആയിട്ട് എപ്പിസോഡ് പോകുന്നുണ്ട്. അടുത്ത ആഴ്ചയിൽ എങ്ങനെയെങ്കിലും ശരണ്യെ കൊണ്ട് മൊഴി മാറ്റിക്കുക എന്നൊരു ദൗത്യമായിരിക്കും ഇനി അലീനയ്ക്കുള്ളത്. ഇനി അലീനെ കോളനിയിലേക്ക് അടുപ്പിക്കുമോ എന്നും അറിയത്തില്ല. നമ്മൾ നോവലിൽ നിന്ന് പല മാറ്റങ്ങളും ശരിക്കും കഥയിലേക്ക് എത്തുമ്പോൾ വരുന്നുണ്ട്. എന്താണെന്നെങ്കിലും അതും ത്രില്ലിംഗ് ആണ്. നമുക്ക് എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കാം.